കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജാഗ്രത. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉൾപ്പെടെ 30 സർവീസുകളെ ബാധിച്ചു. വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, മൂടൽമഞ്ഞ് കൂടുതൽ രൂക്ഷമാവുകയാണോ? എന്തൊക്കെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്? കാരണം ഒരുപാട് വിമാന സർവീസുകളേക്ക് ഇത് ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ അറിയിപ്പുകൾ വരുന്നത്? എത്ര വിമാനങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യത? എത്ര എണ്ണം തടസ്സപ്പെട്ടു? തീർച്ചയായിട്ടും പ്രതീക്ഷ നല്ല രീതിയിലുള്ള മൂടൽമഞ്ഞാണ് ഇന്ന് രാവിലെ തൊട്ട് രാജ്യ തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ കാഴ്ച അത് നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 30 സർവീസുകൾ, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ വിമാന സർവീസുകൾ ഉൾപ്പെടെയുള്ള 30 സർവീസുകളെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പല വിമാനങ്ങൾ പുറപ്പെടാനായിട്ട് വൈകും, പലതും ലാൻഡ് ചെയ്യാനായിട്ടും വൈകും. മറ്റ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇതിനോടകം തന്നെ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് പല വിമാനങ്ങളുടെയും കാര്യങ്ങളിൽ ഷെഡ്യൂളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം. അതിന് പ്രത്യേകമായിട്ട് പറയുന്നത് ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും സമയത്തുണ്ടാകുന്ന വിസിബിലിറ്റി കുറവ് കാരണം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിമാനങ്ങൾ സർവീസ് നടത്തുന്ന, പുറപ്പെടുകയും അതുപോലെ വന്നിറങ്ങുകയും ചെയ്യുന്നൊരു വിമാനത്താവളമാണ്. കുറച്ച് ദിവസമേ തന്നെ, പ്രത്യേകിച്ചും ഈ ഡിസംബറിൻ്റെ ഈ ഒരു സമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യ തലസ്ഥാനത്ത് മൂടൽമഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നൊരു സമയമാണ്. ഇനി വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ന്യൂ ഇയർ അടുക്കുന്ന സമയത്തൊക്കെ അത് സാരമായി തന്നെ ഇനിയും വർദ്ധിക്കും. പ്രത്യേകിച്ചും പറയുന്നത് ഈ ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പ്രത്യേകിച്ചും ആ ശീതതരംഗം ഡൽഹിയിലെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ